ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എളുപ്പത്തിൽ വളരെ രുചികരമായൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ കറിയാണ്. അതിനുവേണ്ടി നമുക്ക് മുട്ട ആദ്യം വേവിച്ചെടുക്കാം. തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് 4 മുട്ട ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 6-7 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. ഈ സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാൻ തുടങ്ങാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പട്ട, 4 ഗ്രാമ്പൂ, 2 ഏലക്കായ, 2 ബേ ലീഫ്. ഇത്രയും മൂത്ത് വരുമ്പോൾ നമുക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. 2 പച്ചമുളക് നെടുകെ കീറിയത് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇപ്പോൾ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. പൊടികൾ ചേർത്ത് കൊടുത്താൽ ഫ്ലെയിം എപ്പോഴും കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. പച്ചമണം നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നല്ലവണ്ണം പഴുത്ത 2 തക്കാളി പേസ്റ്റായി അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് 2 മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ച മുട്ടയൊന്ന് മസാലയിൽ നിന്ന് പുരട്ടിയെടുക്കാം. ഇതിനുവേണ്ടി 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചട്ടിയിൽ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. മസാലയെല്ലാം നന്നായി പുരട്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് മസാല തുറന്ന് നോക്കാം. തക്കാളിയെല്ലാം നന്നായി വെന്ത് യോജിച്ച് വന്നിട്ടുണ്ട്. എണ്ണ എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ചാറിനുള്ള ഗ്രേവിക്ക് ആവശ്യമുള്ള 1/2 കപ്പ് വെള്ളം കൂടി, ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി 2 മിനിറ്റ് നേരം കൂടി നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഗ്രേവി എല്ലാം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് മസാല പുരട്ടി വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയിൽ മസാല നന്നായി പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നേരം നമുക്ക് ഈ ഗ്രേവിയിൽ കിടന്ന മുട്ട 2 മിനിറ്റ് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അവസാനം കുറച്ച് മല്ലിയിലും കൂടി വിതറി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ രുചികരമായ മുട്ട റോസ്റ്റ് ഇവിടെ തയ്യാറായി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോകളുടെ അപ്ഡേറ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ വരുന്നതായിരിക്കും. പുതിയൊരു വിഭവമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.